എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരനാരായണൻ. മലയാളികളുടെ മാത്രമായിട്ട് മലയാളികളുടെ സ്വന്തം അഹങ്കാരമായ നമ്മുടെ പഴംപൊരിയും ബീഫ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ വളരെ ഫേമസ് ആയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ആ പഴംപൊരി നമുക്ക് എത്ര എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ പഴംപൊരി ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് ഇടുന്നത്. 1.5 കപ്പ് മൈദ. 1.5 കപ്പ് മൈദയ്ക്ക് ഒരു 1/4 കപ്പോളം അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പഴംപൊരി ക്രിസ്പി ആയിട്ട് വരാനാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ക്രിസ്പിനെസ് കിട്ടില്ല ഈ അരിപ്പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 1/4 സ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി നമുക്കിതിന് കളറിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇടരുത്, ആ മഞ്ഞളിൽ മണം വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മാവ് പോലെ ഇളക്കുക. അപ്പോൾ നമ്മൾക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്. ഒരു 1/4 കപ്പും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം തയ്യാറായിരിക്കണം. നമുക്കിതുണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് സാധനം കിട്ടണം. എന്താ വെച്ചാൽ പഴം മുക്കിയിട്ട് കറക്റ്റ് അതിലൊരു ആ മാവൊക്കെ ഒന്ന് ഇത്തിരി പിടിച്ച് ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ വരത്തുള്ളൂ. അപ്പോൾ ആ ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല, ഒരുപാട് തിക്കും ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരു 15 മിനിറ്റ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. പഴംപൊരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കട്ട് ചെയ്ത് റെഡിയാക്കാം. ഞാനിവിടെ 3 പഴമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് മാക്സിമം നമുക്ക് അധികം ഇത്തിരി നന്നായി പഴുത്ത പഴമാണ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കൂടാനും ഒക്കെ ചാൻസ് ഇതുള്ളത്. ഇത്തിരി പച്ച പഴമെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് മധുരം കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരു 3 സ്പൂൺ ഇടുന്ന അവിടെ ഒരു 4 സ്പൂണ് മധുരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ഈ 3 പഴം നമുക്കിതെങ്ങനെ കട്ട് ചെയ്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പഴത്തിൻ്റെ ഇങ്ങനെ 3ആയിട്ട് സ്ലൈസ് ചെയ്യുക. വലിയ പഴമാണെന്ന് വെച്ചാൽ 3 സ്ലൈസും, ചെറിയ പഴമാണെങ്കിൽ 2 സ്ലൈസ് നല്ല തിക്കായിട്ട് 3ആയിട്ട് സ്ലൈസ് ചെയ്യാം. വെച്ചിരിക്കുന്ന പഴം ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിൽ നന്നായി മുക്കി നമുക്കിനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ച് പഴംപൊരി മുങ്ങാവുന്ന വിധത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക.
നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിരിക്കണം കണ്ടോ, അടിപൊളിയായില്ലേ. നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ. സെറ്റ് അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെലൈക്കണും കൂടെ അടിച്ചാൽ മാത്രമേ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനു സുരേന്ദ്രനാണ്, സൈനിങ് ഓഫ്.